കൂട്ടം തെറ്റിപ്പോയി ഏകയായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി നീ കൂടെ നടന്നതും കൂട്ടം തെറ്റിപ്പോയി ഏകയായി മാറി ഞാൻ കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി നീ കൂടെ നടന്നതും. Praise the Lord. ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെത്സൈദ പ്രയർ ഗ്രൂപ്പ് മുൻപൈ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ ബലത്തോടെ ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര പേർ ആയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആർക്കും ലഭിക്കാത്ത മഹാ വലിയൊരു ഭാഗ്യം, ഹല്ലേലൂയ, ഈ നാളുകളിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ കാലയളവിലും പുതിയൊരു വർഷത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉരുവാകും മുമ്പേ നമ്മെ കണ്ടൊരു ദൈവത്തെയാണ് നാം ഈ രാത്രികാലം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ പേർ ചൊല്ലി വിളിച്ചവനായ കർത്താവിനെയാണ് ഈ രാത്രികാലം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ മാറാത്ത മിത്രമായ കർത്താവിനെ, ഹല്ലേലൂയ, ആ രാജാതി രാജാവിനെയാണ് ഈ രാത്രികാലം നാം ആരാധിക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നാം ഈ ലോകത്ത് നോക്കുമ്പോൾ അനേക പേർ ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെടുമ്പോഴും, ഹല്ലേലൂയ, മറ്റ് ലഹരിക്കും ഒക്കെ അടിമപ്പെട്ടു പോകുമ്പോഴും കർത്താവ് നമ്മെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച് പലയിടത്തും വീണു പോകാവുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ പോലും വീഴ്ത്താതെ, ഹല്ലേലൂയ, നമ്മുടെ വലം കരം പിടിച്ചവനായ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, നമ്മെ ഉള്ളതുപോലെ അറിഞ്ഞിടുന്നവനായ കർത്താവ്, നമ്മുടെ ഉള്ളം കരത്തിൽ താങ്ങിയിടുന്നവനായ കർത്താവിനെ, ആ ഉന്നതനായ ഉടയവനായ കർത്താവിനെ എത്ര പേർ ഈ രാത്രികാലം സന്തോഷത്തോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടം തെറ്റി ഏകനായി മാറിയാലും നമ്മുടെ ജീവിതം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനേക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കാണാം. ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ട അവസരങ്ങൾ വരെ കാണാം. ഹല്ലേലൂയ. എങ്കിലും ആ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മെ താങ്ങി നിർത്തിയവനായ കർത്താവ്. ഹല്ലേലൂയ. നീ കൂട്ടം തെറ്റിപ്പോയ ഒരാടാണെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് നല്ലൊരു വഴി കാണിച്ചു തരുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, പല മുറിവുകളും നമുക്ക് കേൾക്കാമെങ്കിലും അതിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ വിടുവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു, കൂട്ടം വിട്ടു പോകാതെ കർത്താവിൻ്റെ കരത്തിൽ ചേർത്ത് പിടിക്കുന്നവന് നല്ലൊരു ഇടയനായ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ തള്ളി പറഞ്ഞിരിക്കാം, നമ്മുടെ ചാർച്ചക്കാർ നമ്മെ തള്ളി പറഞ്ഞിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ പോലും നമ്മെ തള്ളി പറഞ്ഞിരിക്കാം. എങ്കിലും നമ്മെ തള്ളി പറയാനാകാത്തവനായ ഒരു കർത്താവ്, നമ്മെ കളയാത്തവനായ ഒരു കർത്താവിനെ, ഹല്ലേലൂയ, എത്ര പേർ രാത്രികാലം സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. ബെത്സൈദ പ്രയർ മിനിസ്ട്രിയിലൂടെ, പ്രയർ ഗ്രൂപ്പിലൂടെ ഞങ്ങളെ കാണുന്ന, ഹല്ലേലൂയ, എല്ലാ ദൈവമക്കൾക്കും ആ വലിയവനായ ഒരു കർത്താവിനെ, ഹല്ലേലൂയ, എത്ര പേർ സന്തോഷത്തോടെ രാത്രികാലം ആരാധിക്കുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് വാഗ്ദത്തം തന്ന കർത്താവ്. ഹല്ലേലൂയ. മറ്റാരെക്കാളിലും വലിയൊരു വാഗ്ദത്തം തന്ന കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് നൽകിയ ഒരു വലിയൊരു സന്തോഷം. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ ജീവിതം മധ്യ പ്രതികൂലങ്ങളുടെ മധ്യേയും, ഹല്ലേലൂയ, നമ്മുടെ ദുഃഖവേളകളിൽ പോലും നമ്മെ തള്ളിക്കളയാനാത്ത കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഈ രാത്രികാലം ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ ഉരുവാക്കിയവനായ കർത്താവിനെ, നമ്മുടെ മാറാത്ത മിത്രമായ കർത്താവിനെ, നമ്മുടെ ഉയിരിൻ്റെ ഉയിരായ കർത്താവിനെ ഈ രാത്രികാലം പാടി മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ.
കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ ഈ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചു? ഹല്ലേലൂയ. ആ ഹൃദയം തുറന്ന് കർത്താവിനോട് പാടി മഹത്വപ്പെടുത്താൻ പറ്റിയൊരു ഗാനമാണിത്. കാരണം ഞാൻ ഉരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വഹിച്ചവനായ കർത്താവ്, എന്നെ ഉള്ളതുപോലെ അറിഞ്ഞിടുന്നവനായ ഒരു കർത്താവ്, എന്നെ ഉള്ളം കരത്തിൽ താങ്ങിയിടുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നാം എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. നമ്മുടെ മാറാത്ത മിത്രമായൊരു കർത്താവിനെ. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു? കൂട്ടം തെറ്റിപ്പോയ നമ്മെ, ഹല്ലേലൂയ, ആ തെറ്റിലൊന്നും വീഴാതെ നമ്മെ താങ്ങി നിർത്തിയ നല്ലൊരു ഇടയനായ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ആശ്ചര്യമാകുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അത്ഭുതം വരുന്നൊരു കാര്യമുണ്ട്. കാരണം മറ്റാരെക്കാളിലും ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതങ്ങളിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേങ്കിലും അവർ തളർന്നു പോകുന്ന സ്ഥാനത്ത് നമ്മെ താങ്ങി നിർത്തുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ ഈ രാത്രികാല സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു? നമ്മെ ഉരുവാക്കിയവനായ കർത്താവിനെ നമ്മൾ എങ്ങനെ പാടാതെ സ്തുതിക്കും? ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ നൃത്തത്തോടെ കർത്താവിനെ ആരാധിക്കാതിരിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് ആയിരിക്കാമോ? നമുക്ക് അസാധ്യമായ എല്ലാത്തിനെയും നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് എങ്ങനെ വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ നാം നോക്കുമ്പോൾ, ഓരോ നിമിഷവും, ഇന്ന് തന്നെ നാം നോക്കുമ്പോൾ, ഓരോ നിമിഷവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം പോലും കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നൃത്തത്തോടെ കർത്താവിനെ, സങ്കീർത്തനം പറയുന്നത് കർത്താവിനെ നൃത്തത്തോടെ ആരാധിക്കണം. ഹല്ലേലൂയ. ആർപ്പോടെ കർത്താവിനെ ആരാധിക്കണം, കിന്നരത്തോടെ കർത്താവിനെ ആരാധിക്കണം, തപ്പോടെ കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ എങ്ങനെ കർത്താവിനെ എങ്ങനെ പാടി സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിനെ നൃത്തത്തോടെ ആരാധിപ്പാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. നമ്മുടെ അസാധ്യമായ എല്ലാത്തിനും നമുക്ക് സാധ്യമാക്കി തരുന്ന ഒരു കർത്താവ്. കാരാഗൃഹത്തിലും കർത്താവിനെ പാടി സ്തുതിപ്പാൻ, ഹല്ലേലൂയ, അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവദാസന്മാർക്ക് കാരാഗൃഹത്തിൽ പോലും കർത്താവിനെ സ്തുതിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, തീച്ചൂളയുടെ നടുവിലും കർത്താവിനെ സ്തുതിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങളുടെ ശോധനയുടെ മധ്യം നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യയും കർത്താവിനെ നമുക്ക് സ്തുതിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. നമുക്കൊരു ഗാനം കൂടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാൻ പാടാതെ എങ്ങനെ കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും ഞാൻ, പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, യാതൊരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, യാതൊരുമില്ല. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും ഞാൻ, പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, യാതൊരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, യാതൊരുമില്ല. അസാധ്യമായി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, യേശുവിന്റെ കൂടെയുള്ളപ്പോ. വാഗ്ദത്തങ്ങളൊന്നും നായി പ്രാപിച്ചിടുമേ, യേശുവിന്റെ കൂടെയുള്ളപ്പോ. അസാധ്യമായി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, യേശുവിന്റെ കൂടെയുള്ള
നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. ഞാൻ പാടി സ്തുതിക്കും, അടിസ്ഥാനമിളകിടുമേ. തിച്ചുളയതിലും ഞാൻ വെന്തു പോകില്ല, നാലവനായി യേശുണ്ടല്ലോ. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും, അടിസ്ഥാനമിളകിടുമേ. തിച്ചുളയതിലും ഞാൻ വെന്തു പോകില്ല, നാലവനായി യേശുണ്ടല്ലോ. നിന്നിടും സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. നിന്നിടും സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. അസാധ്യമായി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. വാഗ്ദത്തങ്ങളൊന്നും നായി പ്രാപിച്ചിടുമേ, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. അസാധ്യമായി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. വാഗ്ദത്തങ്ങളൊന്നും നായി പ്രാപിച്ചിടുമേ, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ആർക്കും തടയാൻ കഴിയുകയില്ല, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ആർക്കും തടയാൻ കഴിയുകയില്ല, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമല്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമല്ല. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും, അടിസ്ഥാനമിളകിടുമേ. തിച്ചുളയതിലും ഞാൻ വെന്തു പോകില്ല, നാലവനായി യേശുണ്ടല്ലോ. കാരാഗൃഹത്തിലും ഞാൻ പാടി സ്തുതിക്കും, അടിസ്ഥാനമിളകിടുമേ. തിച്ചുളയതിലും ഞാൻ വെന്തു പോകില്ല, നാലവനായി യേശുണ്ടല്ലോ. ഞാൻ നിന്നിടും സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. നിന്നിടും സാക്ഷിയായിടും, യേശുവിന്റെ കൂടെയുള്ളപ്പോൾ. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ യാതൊല്ലാതാരുമില്ല. ഞാൻ പാടാതെ എങ്ങനെ വസിക്കും? നൃത്തത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. ഞാൻ പാടാതെ എങ്ങനെ
ശബ്ദത്തോടെ സ്തുതിക്കാതെ ഇരിക്കും. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, ഞാനല്ലാതാരുമില്ല. എന്നെ നടത്തുന്നവൻ, എന്നെ താങ്ങുന്നവൻ, ഞാനല്ലാതാരുമില്ല. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രീഗാരവേ രീഗ ചന്ദുരാബാരേ, രീഗ ശാബാരേ, രീഗാരബാരേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നെ നീയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രികാലം പറയാൻ കഴിയുന്നു, കർത്താവെ എന്നോടൊപ്പം ഒന്ന് വാഴണം. ഹല്ലേലൂയ. രാജാവെ എന്നോടൊന്ന് അധിവസിക്കണം കർത്താവെ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം. ഹല്ലേലൂയ. ആ വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി. ഹല്ലേലൂയ. നാം പാടിയതുപോലെ നമ്മൾ എങ്ങനെ പാടാതെ വസിക്കും കർത്താവിനെ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാതെ എങ്ങനെ വസിക്കുവാൻ കഴിയും നമുക്ക്? ഒരു നിമിഷം പോലും കർത്താവിനെ പിരിഞ്ഞിരിപ്പാൻ കഴിയില്ല എന്നൊരു അവസ്ഥ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വരും. ഹല്ലേലൂയ. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. ഹല്ലേലൂയ. കർത്താവ് ഓരോ നിമിഷവും ചെയ്യുന്ന അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. എണ്ണി പറഞ്ഞാലും കഴിയാത്ത തീരാത്ത ഒരു വർണ്ണന കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. വലിയൊരു ദൈവസാന്നിധ്യം അനുഭവിച്ച് ഹല്ലേലൂയ എത്ര പേർ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യം എത്ര മോശമായിക്കോട്ടെ എങ്കിലും കർത്താവിനെ സ്തുതിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിലും കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ഏത് പ്രയാസത്തിലാണോ ആയിരിക്കുന്നത് ആ പ്രയാസങ്ങളുടെ മധ്യ കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നീ ഏത് രോഗത്തിലാണോ ആയിരിക്കുന്നത് അവിടെ നിനക്ക് അത്ഭുതം ചെയ്യുവാൻ ഹല്ലേലൂയ സർവശക്തനായ
ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ രാജാതി രാജാവിനെയാണ് നമ്മൾ പാടി മഹത്വപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ അവൻ അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാണ്. ഹല്ലേലൂയ. നമുക്ക് പുതിയൊരു ബലം പകർന്നു നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലും പത്മോസിൻ്റെ ദ്വീപിലും ഹല്ലേലൂയ നമുക്ക് ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യേയും നീ എവിടെയാണോ തളർന്നായിരിക്കുന്നത് അവിടെ നിന്നെ ബലപ്പെടുത്തുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. നീ ഏത് കയ്പ് നിറഞ്ഞ അനുഭവത്തിലായിരുന്നാലും നിന്നെ അവിടെ ഒരു മധുരമാക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, ആ കയ്പിൻ്റെ എല്ലാ അവസ്ഥകളെയും മാറ്റി നിനക്കൊരു പുതിയൊരു ജീവൻ പകർന്നു നൽകുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രികാലം? ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കൊരു പുതിയ ബലം പ്രാപിച്ച് മടങ്ങുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയൊരു ബലം പകർന്നു നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ രാത്രികാലം നിന്നെ ആത്മാവിൽ നിറയ്പ്പാൻ കഴിയുന്നവനായൊരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നീ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും നിനക്കൊരു ബലം തരുന്ന ഒരു കർത്താവ്, നിനക്കൊരു ധൈര്യം തരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ എത്രത്തോളം വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രം വർണ്ണനകളെ കൊണ്ട് നിറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ ജീവനായ കർത്താവിനെ, ആ നല്ലവനും വല്ലഭനുമായ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി ഒരു ഗാനം കൂടി പാടി കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു ദൈവസാന്നിധ്യം ഹല്ലേലൂയ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്. നമ്മെ സഹായിപ്പാൻ വലിയൊരു മഹിമയോടെ വന്ന കർത്താവിനെ ഹല്ലേലൂയ എത്ര പേർ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ നമുക്കൊരു പുതിയൊരു ബലം തരുന്ന കർത്താവിനെ ഹല്ലേലൂയ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ഉന്നതനായി നമ്മെ കാണുന്ന കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ഉടവനായ കർത്താവിനെ ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പറയാമോ? അപ്പാ എന്നോടൊന്ന് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ എന്നോടൊന്ന് ഇടപെടണം കർത്താവെ. ഈ രാത്രികാലം എന്നോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ അങ്ങല്ലാതെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ വേറെ ആരുമില്ല എന്ന് എത്ര പേർ പറയുന്നുണ്ട്. ഹല്ലേലൂയ അങ്ങിക്കൊണ്ടല്ലാതെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ വലിയൊരു സാന്നിധ്യത്തോടെ കർത്താവിനോട് പറയാമോ? അപ്പോൾ എന്നോടൊന്ന് ആഴത്തിലൊന്ന് ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നെ ഒന്ന് ഹൃദയത്തിൽ തൊട്ട് എന്നെ ഒന്ന് മനസ്സിലാക്കണം അപ്പാ. ഹല്ലേലൂയ എത്ര പേർ പറയുന്നുണ്ട് കർത്താവേ എന്നെ ഒന്ന് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ വലിയൊരു ദൈവ സാന്നിധ്യത്തോടെ ഹല്ലേലൂയ അപ്പൻ്റെ സാന്നിധ്യത്തോടെ എത്ര പേർ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ ആരിലും ഉന്നതനായ കർത്താവ്, ആരിലും ശ്രേഷ്ഠനായൊരു കർത്താവിനെ ഹല്ലേലൂയ എത്ര പേർ സ്തുതിക്കുന്നുണ്ട്. നമ്മുടെ പാഴായിപ്പോയൊരു മൺപാത്രമാണ് ഞാൻ. കർത്താവിനോട് പറയാമോ? അപ്പാ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം. ഹല്ലേലൂയ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ ഉടഞ്ഞു പോയൊരു മൺപാത്രമാണ്. ഞാൻ ലോകം പറഞ്ഞു നീ പാഴാണെന്ന്. ഹല്ലേലൂയ എൻ്റെ കർത്താവ് അതിനൊന്നും എന്നെ വിട്ടുകൊടുക്കരുത്. എത്ര പേർ പറയുന്നുണ്ട് പാഴായിപ്പോയൊരു മൺപാത്രമാണെങ്കിലും എന്നെ ഈ രാത്രികാലം ഒന്ന് മെനഞ്ഞെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം കർത്താവ്. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണമെന്ന് എത്ര പേർ പറയുന്നു. ഹല്ലേലൂയ ആരിലും ശ്രേഷ്ഠമോ, ആരിലും ശക്തമോ, ആരിലും ശ്രേഷ്ഠമോ, ആരിലും ശക്തമോ, ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ, ആഴത്തിലെന്നോട്
ഹൃദയത്തിലൊന്ന് ഇടപെടണം, എൻ്റെ ആത്മാവിനോടൊന്ന് ഇടപെടണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ മഹിമയോടെ എന്നോടൊന്ന് ഇടപെടണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആരിലും ശ്രേഷ്ഠമായി, ആരിലും ഉന്നതനായി നമ്മെ കാണുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആരെക്കാളിലും വലിയൊരു വാഗ്ദത്തം തന്ന കർത്താവ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ കണ്ടവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ അപ്പനോടൊന്ന് പറയാമോ, അപ്പ ആഴത്തിൽ നിന്ന് ഈ രാത്രികാലം എന്നോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ, ഓ നന്ദി കർത്താവേ. എത്ര പേർ പറയുന്നുണ്ട് അപ്പ എന്നോടൊന്ന് ഇടപെട്ട കൃപയ്ക്ക് നന്ദി അപ്പ. ഹല്ലേലൂയ. എത്ര പേർ പറയുന്നു അപ്പ എന്നോടൊന്ന് ഇടപെട്ട കൃപയ്ക്ക് നന്ദി. ഹല്ലേലൂയ. സ്തോത്രം. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പനോട് പറയാമോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയോ ഏതൊക്കെയോ അവസ്ഥയിലായിരിക്കുന്നുണ്ട്, ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, അവരോടൊന്ന് ഇടപെടണം. ഹല്ലേലൂയ. അവരുടെ ആത്മാവിനോടൊന്ന് ഇടപെടണം അപ്പ. ഹല്ലേലൂയ. പാഴായി കളഞ്ഞ ഒരു മൺപാത്രത്തെ പോലെ ആയിരിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവെ ഒന്ന് മെനഞ്ഞെടുക്കണം കർത്താവെ. ഹല്ലേലൂയ. അവരെ ഒന്ന് മെനഞ്ഞെടുക്കണം അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട്ടുകാരും നിന്റെ നാട്ടുകാരും, ഹല്ലേലൂയ, നിന്റെ ബന്ധുമിത്രാദികൾ പോലും, എന്തിന് നിന്റെ അപ്പനമ്മ പോലും നിന്നെ തള്ളിക്കളഞ്ഞു, നീ ഒരു പാഴാണെന്ന്. ഹല്ലേലൂയ. എങ്കിൽ നീ ഇന്ന് രാത്രികാലം പറയാൻ തയ്യാറാണോ, അപ്പാ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം എന്ന് എത്ര പേർ പറയുന്നു? ഹല്ലേലൂയ. അപ്പനോടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പനോടൊന്ന് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സംസാരിപ്പാൻ കഴിയുന്നുണ്ട് കർത്താവിനോട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇരുട്ടിൻ്റെ അനുഭവത്തിലാണോ? ഹല്ലേലൂയ. നിന്നെ ഒരു പാഴാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഹല്ലേലൂയ. അവരോട് പറയണം, കർത്താവ് എന്നെ മെനഞ്ഞെടുക്കും. ഹല്ലേലൂയ. കുശവന്റെ കയ്യിലെ പാനപാത്രം പോലെ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ധൈര്യത്തോടെ ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിലും നിനക്കൊക്കെ എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധൈര്യത്തോടെ പറയണം, ഹല്ലേലൂയ, അപ്പാ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം, എന്നോടൊന്ന് ഇടപെടണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ. നീ ഒരു പാഴാണോ? ലോകം പറഞ്ഞു നീ പാഴാണെന്ന്. ഹല്ലേലൂയ. എങ്കിൽ ലോകത്തോട് നീ പറയണം, ഞാനൊരു പാഴായ ഒരു വസ്തുവല്ല, ഞാൻ പാഴായിപ്പോയൊരു മൺപാത്രമല്ല, എന്നെ മെനഞ്ഞെടുക്കുന്നവനായ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ ഉടഞ്ഞു പോയവനാണോ? എങ്കിൽ നിന്നെ മെനഞ്ഞെടുക്കുന്നവനായ കർത്താവ്. നീ ഏതവസ്ഥയിലാണോ നീ ഉടഞ്ഞു പോയത്, ആ അവസ്ഥയിൽ തന്നെ നിന്നെ മെനഞ്ഞെടുക്കുന്നവനായ ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്നെ മെനഞ്ഞെടുക്കുവാൻ ശക്തിയുള്ളവനായ കർത്താവിനെയാണ് ഈ രാത്രികാലം നാം ആരാധിക്കുന്നത്? അപ്പനോട് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാഴായിപ്പോയൊരു മൺപാത്രമാണോ? ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് ഏറ്റു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പാ ലോകർ പറഞ്ഞു ഞാനൊരു പാഴായ ഒരു വസ്തുവാണ്, എൻ്റെ കർത്താവെ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങയുടെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അപ്പാ, എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഓരോ മക്കളെ അങ്ങ് കാണുന്ന കൃപയ്ക്ക് നന്ദി അപ്പാ. എൻ്റെ കർത്താവ് ഒന്ന് മെനഞ്ഞെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ആരും പാഴായി പോകാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുത്. എൻ്റെ കർത്താവ് ഒന്ന് മെനഞ്ഞെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം അങ്ങ് അയച്ച കൃപയ്ക്കാൻ നന്ദി അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളോട് അങ്ങ് ഇടപെട്ട കൃപയ്ക്കാൻ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച കൃപയ്ക്കാൻ നന്ദി, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച കൃപയ്ക്കാൻ നന്ദി കർത്താവ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് ഓരോ വ്യക്തികളെ അങ്ങ് സംരക്ഷിക്കണം, അങ്ങ് സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ആരും പാഴായി പോകാൻ അങ്ങ് അനുവദിക്കരുത്. എൻ്റെ കർത്താവ് ഒന്ന് മെനഞ്ഞെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അയച്ച കൃപയ്ക്കായി നന്ദി. ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം അയച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശു നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ യാചന കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബെത്സൈദ പ്രയർ ഗ്രൂപ്പ് എന്ന മുംബൈയിലുള്ള ഗ്രൂപ്പിന് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.